പ്രിയപ്പെട്ടവരെ, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ നമ്പർ സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം, നേരത്തെ ഉണ്ടായിരുന്ന ആൻഷ്യൻ്റ് കാലങ്ങളിലുണ്ടായിരുന്ന നമ്പർ സിസ്റ്റം മുതൽ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്പർ സിസ്റ്റം ഒക്കെ നമ്മൾ പറഞ്ഞു. 4 നമ്പർ സിസ്റ്റമാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. ഡെസിമൽ, നമ്മൾ ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ സിസ്റ്റം. ബൈനറി, കമ്പ്യൂട്ടറിനകത്ത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ദെൻ ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. അതിൽ ഒരു നമ്പറിനെ ഡെസിമൽ വാല്യൂ, അതിൻ്റെ ഡെസിമൽ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? ഒക്ടലിൻ്റെ ഡെസിമൽ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? ഹെക്സാഡെസിമലിൻ്റെ ഡെസിമൽ വാല്യൂ എങ്ങനെയാണ് കാണുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ദാറ്റ് ഈസ് എനി നമ്പർ ടു ഡെസിമൽ കൺവേർഷൻ. അത് നമ്മൾ ചെയ്ത രീതി ഇങ്ങനെയാണ്. ആ നമ്പറിലെ ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ഈച്ച് ഡിജിറ്റ് ഇൻ ദ നമ്പർ വിത്ത് ഇറ്റ്സ് പൊസിഷണൽ വാല്യൂ. പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിൻ്റെ പവറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കുവാനുള്ളത് തിരിച്ചുള്ള കൺവേർഷൻ. തിരിച്ച് മീൻസ് ഡെസിമലിൽ നിന്ന് എങ്ങനെ ബൈനറിയിലേക്ക് മാറ്റാം, ഡെസിമലിൽ നിന്ന് എങ്ങനെ ഒക്ടലിലേക്ക് മാറ്റാം, ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റാം. ഒരു ഉദാഹരണം എടുക്കാം. 37 ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തിനാണ് നമ്മൾ ബൈനറിയിലേക്ക് മാറ്റുന്നത് പറഞ്ഞാൽ, ഈ 37 എന്ന് പറഞ്ഞ നമ്പർ കമ്പ്യൂട്ടറിനകത്ത് ഈ 37 എന്ന ഈ രീതിയിലല്ല സ്റ്റോർ ചെയ്യുന്നത്. റാദർ കമ്പ്യൂട്ടറിനകത്ത് ഇത് അതിൻ്റെ ബൈനറി ഫോമിൽ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ബൈനറിയിലേക്ക്, മെഷീൻ്റെ ലാംഗ്വേജിലേക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡെസിമൽ സിസ്റ്റത്തിൽ നിന്ന് മെഷീനിലേക്ക് എങ്ങനെയാണ്, മെഷീൻ ലാംഗ്വേജിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത്? ദാറ്റ് ഈസ് ബൈനറി ലാംഗ്വേജ്. അത് ചെയ്യേണ്ടത് ഇത്രയാണ്. ആ നമ്പറിനെ ബൈനറിയിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ബൈ 2, that number divide by 2. 37 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 18 കിട്ടും നമുക്ക്. 18 2 36 ബാക്കി ഒരു റിമൈൻഡർ ഉണ്ട്. ആ റിമൈൻഡർ എടുത്ത് എഴുതുക 1. എഗെയിൻ 2 കൊണ്ട് ആ കിട്ടിയ വാല്യൂവിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 എന്നാണ് കിട്ടുക. റിമൈൻഡർ ഈസ് 0. ഡിവൈഡ് ചെയ്യുക, 4 കിട്ടും. റിമൈൻഡർ 1. എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു, 2, റിമൈൻഡർ 0. ആൻഡ് എഗെയിൻ വി ഡിവൈഡ് ബൈ 2. 1 കിട്ടുക. റിമൈൻഡർ 0. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ഏതുവരെ ഡിവൈഡ് ചെയ്യണം? അണ്ടിൽ ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ എന്ന് പറഞ്ഞാൽ 2ൽ താഴെ ആവുന്നത് വരെ, പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റാതാവുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ആ കിട്ടിയിട്ടുള്ള ഡെസിമൽ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡറുകളൊക്കെ എഴുതുക. ദെൻ ആ റിമൈൻഡറുകൾ എടുത്തെഴുതുക. അവസാനം കിട്ടിയ റിമൈൻഡർ ആദ്യം എഴുതണം. ദാറ്റ് ഈസ് ദ MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ലാസ്റ്റ് റിമൈൻഡർ ബീങ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഈ 1 ഇതാണ് ആദ്യം എഴുതുക. ഏറ്റവും അവസാനം കിട്ടിയ 1 ഇത് ഫസ്റ്റ് എഴുതണം. ദെൻ 0 0 1 0 1 താഴേന്ന് എടുത്തെഴുതുക. ബീങ് ദ ലാസ്റ്റ് റിമൈൻഡർ ബീങ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ട്. എന്നിട്ട് ആ നമ്പറിനെ എടുത്തെഴുതി ബേസും കൂടി ഇട്ട് കഴിഞ്ഞാൽ 37 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി നമ്പറാണ് ഇപ്പോൾ നമുക്ക്
കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റാനുള്ള രീതി എന്ന് പറയുന്നത്. പോയിന്റും കൂടി വരുന്ന കേസ് ഉണ്ടാവും. നേരത്തെ നമ്മൾ തിരിച്ചു മാറ്റിയപ്പോൾ പോയിൻ്റുള്ള കേസ് കണ്ടു. അതേപോലെ ഡെസിമൽ ഫ്രാക്ഷനെ എങ്ങനെയാണ് ബൈനറിയിലേക്ക് മാറ്റുന്നത് അതും കൂടി കാണിക്കാം. 25 പാർട്ടിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടിയിട്ടുള്ള റിമൈൻഡറുകളെല്ലാം താഴേന്ന് മേലേക്ക് എടുത്തെഴുതിയാൽ 25 ഉണ്ടായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അതിലെ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെതാണ്. ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ കാണുവാനുള്ള രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തതാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.375 അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.750 കിട്ടും. ദെൻ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൽ കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻ അല്ലാത്ത ഭാഗത്തെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു, മാറ്റിയത്. അതാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഫ്രാക്ഷൻ അല്ല നമുക്ക് ആവശ്യമുള്ളത്. അതിൽ ഫ്രാക്ഷൻ അല്ലാത്ത കിട്ടുന്ന ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നു. ദെൻ അതിലെ ഫ്രാക്ഷനെ വീണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിക്കാം, ഇതിലെ ഫ്രാക്ഷനെ മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതിലെ ഇൻറ്റീജർ പാർട്ടിനെ മാറ്റി വെക്കുന്നു. 0.750 ഇൻറ്റു 2 1.5 അതിൽ വെച്ചു. ദെൻ വീണ്ടും ആ കിട്ടിയ 0.5 അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻറ്റു 2 1.000 അതിലെ ഫ്രാക്ഷനെ ചെയ്യുന്നു. ദെൻ ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനില്ല അല്ലേ? 0 ആയി. ഫ്രാക്ഷണൽ പാർട്ട് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടി അവിടെ നിർത്താം. എന്നിട്ട് ഇത് എഴുതുന്ന രീതി എന്ന് പറയുന്നത് നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ നേരത്തെ താഴെന്ന് മേലേക്കാണ് എഴുതിയെങ്കിൽ ഇവിടെ മേലെന്ന് ഫസ്റ്റ് കിട്ടിയതാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, 0 1 1 പോയിന്റിന് ശേഷം എഴുതണം. കാരണം ഈ രീതി പോയിന്റിന് ശേഷമുള്ള ഭാഗത്തിന് മാത്രമാണ് നമ്മൾ ചെയ്തത്. സോ പോയിന്റിന് ശേഷം നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻ അല്ലാതെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നമ്പറുകളെ, അതൊന്നെങ്കിൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 1 ആയിരിക്കും കിട്ടുക. ഇതല്ലാത്തൊരു നമ്പർ നമുക്കവിടെ കിട്ടില്ല. ഓക്കെ, അങ്ങനെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എടുത്തെഴുതി. അപ്പോൾ ഈ രീതിയാണ് എവിടെ യൂസ് ചെയ്യുന്നത്? ഫ്രാക്ഷണൽ പാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇൻറ്റിജർ പാർട്ട് ചെയ്യാൻ വേണ്ടി ഈ രീതിയും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമുക്കിതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ചിലപ്പോൾ ഈ ഫ്രാക്ഷണൽ പാർട്ട് 0 ആവുന്നത് വരെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ഇത് 0 ആവില്ല, കുറേ പോയാലും 0 ആവില്ല. ചില നമ്പറിന് കറക്റ്റായിട്ടുള്ള നമ്മൾ അപ്രോക്സിമേഷൻ കിട്ടില്ല. അപ്പോൾ നമുക്കൊരു അത്യാവശ്യമുള്ള നമ്പർ ഓഫ് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ്, 2 3 4 5 ആവശ്യമുള്ള ഡിജിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് അക്യുറേറ്റ് വാല്യൂ ആയിരിക്കില്ല കിട്ടുക, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും അപ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഡെസിമൽ നമ്പറിനെ അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടായാലും ഇൻറ്റിജർ പാർട്ടായാലും. ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റിന് മുമ്പുള്ള ഭാഗം, ഫ്രാക്ഷണൽ എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷമുള്ള, ഫ്രാക്ഷൻ ആണ് ഒരു മുഴുവല്ലാത്തത്, പോയിന്റിന് ശേഷമുള്ള ഭാഗം. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ ഇതാണ് ഡെസിമൽ ടു ഒക്ടൽ. ഡെസിമലിനെ ബൈനറിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയതെങ്കിൽ ഇനി നമ്മൾ മാറ്റാൻ പോകുന്നത് ഡെസിമലിനെ ഒക്ടലിലേക്കാണ്. ഒക്ടലിലേക്ക് മാറ്റുന്നതിനും ഇതേ രീതി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് മാറും? ബേസ് മാറും. ബൈനറിയിലേക്ക് മാറ്റാൻ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ ഒക്ടലിലേക്ക് മാറ്റാൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 8 കൊണ്ടാണ്. ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ എടുത്ത് എഴുതുന്നു. രീതി
മെത്തേഡ് സെയിം, ബട്ട് എന്തുമാത്രം മാറി? അതിൻ്റെ ഡിവൈഡ് ചെയ്യേണ്ട സംഖ്യ ഏത് നമ്പറിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ സംഖ്യയുടെ ബേസാണ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു 3, റിമൈൻഡർ 4. ഇനി 3നെ വീണ്ടും ഡിവൈഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. 8ൻ്റെ മേലെ ആണെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. അതുവരെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? താഴെ നിന്ന് മേലേക്ക് എടുത്തെഴുതുക 3, 4, 1. ഇതാണ് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഇനി ഇതിലും ഫ്രാക്ഷൻ ചെയ്യുന്ന രീതി, ഡെസിമൽ പാർട്ട് നേരത്തെ നമ്മൾ കണ്ട അതേ രീതി തന്നെ. 8 ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ എടുത്തെഴുതുന്നു 3, 0, 6. ഈ ഫ്രാക്ഷണൽ പാർട്ട് നേരത്തെ നമ്മൾ കണ്ട അതേ രീതി തന്നെയാണ്. മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട്? ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസ് കൊണ്ട്. നേരത്തെ ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്തത്, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളതിനെ ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രം എടുത്തിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4.6 കിട്ടി. അതിലെ 4 മാറ്റി എഴുതി. 0.6നെ വീണ്ടും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1.2 കിട്ടി. ദെൻ ആ 0.2നെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. 0.4 കിട്ടി. ദെൻ 4നെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും 4നെ 8 കൊണ്ട് 3.2 കിട്ടുക. അപ്പോൾ അത് കുറച്ച് അങ്ങോട്ട് പോകുന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ അത്യാവശ്യം 3 ആയി കഴിഞ്ഞാൽ ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. ദെൻ നേരത്തെ ചെയ്തതുപോലെ മേലെ നിന്ന് താഴേക്ക് ആദ്യം കിട്ടിയത് ആദ്യം എഴുതണം. ആ രീതിയിൽ എടുത്ത് എഴുതുന്നു 410. ഇപ്പോൾ ഡെസിമലിനെ ഒക്ടലിലേക്ക് ഫ്രാക്ഷണൽ പാർട്ടായാലും അതിൻ്റെ ഇൻറ്റിജർ പാർട്ടായാലും അതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതി ഇതാണ്. ഇനി ഇതേപോലെ തന്നെ ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് മാറ്റണം. ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് മാറ്റണം. എങ്ങനെ ചെയ്യും? നേരത്തെ ചെയ്ത അതേ രീതി. എന്ത് മാത്രം മാറ്റുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. 8 കൊണ്ട് ബൈനറിയിലേക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതെങ്കിൽ, ഒക്ടലിലേക്ക് 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ, ഇവിടെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ അതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 ആണ് എന്നുള്ളത് കൊണ്ട്. ഡിവൈഡ് ചെയ്തു. 41 ഉണ്ട്. റിമൈൻഡർ 3 ഉണ്ട്. 41 വീണ്ടും ഡിവൈഡ് ചെയ്തു. 2 16 ഉണ്ട്. 32 ഉണ്ട്. ബാക്കി റിമൈൻഡർ 9. താഴെ നിന്ന് മേലേക്ക് എടുത്തെഴുതി 2, 9, 3. ഇതാണ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഫ്രാക്ഷൻ അതേ രീതി ഇവിടെ ശ്രദ്ധിക്കാൻ. 266നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 16 266 ഉണ്ട്. 16ൽ 266ൽ 16 ഉണ്ട്. 16 × 16 എത്രയാണ്? 256 ആണ്. 16 സ്ക്വയർ അല്ലേ? ബാക്കി എത്രയുണ്ട്? റിമൈൻഡർ 10. അപ്പോൾ ആ 10 നേരിട്ട് നമുക്ക് ഒറ്റ പ്രാവശ്യം കിട്ടുന്ന ഈ റിമൈൻഡർ 16 കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 മുതൽ 15 വരെയുള്ള റിമൈൻഡറുകൾ കിട്ടും. 16 കൊണ്ട് 16നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? റിമൈൻഡർ 0 ആണ് കിട്ടുക. ഒരു 16 ഉണ്ടാവും, റിമൈൻഡർ 0 കിട്ടും. അങ്ങനെ മാക്സിമം 15 വരെ 0 to 15 വരെയുള്ള നമ്പർ കിട്ടും. പക്ഷെ നമ്മുടെ അടുത്തുള്ള അക്കങ്ങൾ എന്ന് പറയുന്നത് 0 to 9 വരെയുള്ളൂ. പക്ഷെ ഹെക്സാഡെസിമലിൽ നമുക്കറിയാം 0 to 9 ദെൻ A to F. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 10ൻ്റെ മേലെ ആണെങ്കിൽ 10 to 15 ആണെങ്കിൽ ആ 10 അല്ല നമ്മളവിടെ എഴുതേണ്ടത്. പകരം എന്താണ് എഴുതേണ്ടത്? ആ 10ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് A, 10ൻ്റെ A, 11ൻ്റെ B, 12C, 13D, 14E, 15
എഫ്. ആ ഇതാണ് അവിടെ എഴുതേണ്ടത്. ലെറ്റർ, ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി 16നെ വീണ്ടും ഡിവൈഡ് ചെയ്തു. ഒരു 16 ഉണ്ട്, റിമൈൻഡർ 0. ഇനി നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഇവിടെ 1 0 10 10 10 എന്നല്ല എഴുതേണ്ടത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. പകരം 1 0 A. അതിൻ്റെ 10ൻ്റെ മേലെയാണെങ്കിൽ ഒറ്റതായിട്ട് 10 വരികയാണെങ്കിൽ അവിടെ A എന്നാണ് എഴുതേണ്ടത്. 1 0 A. ഇതാണ് 256 എന്ന് പറഞ്ഞ ഡെസിമൽ സംഖ്യയുടെ ഹെക്സാഡെസിമൽ. ഇനി ഫ്രാക്ഷണൽ പാർട്ട് നേരത്തെ ചെയ്ത അതേ രീതി തന്നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിലെ ഇൻറ്റിജർ പാർട്ട് മാറ്റി വെക്കുന്നു. ഫ്രാക്ഷണൽ പാർട്ടിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻറ്റിജർ പാർട്ടിനെ മാറ്റി വെക്കുന്നു. വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻറ്റിജർ പാർട്ട് മാറ്റി വെക്കുന്നു. ഇങ്ങനെ 0 ആവുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം. ആയില്ലെങ്കിൽ പ്രശ്നമാക്കേണ്ട. ഒരു അത്യാവശ്യം ഡിജിറ്റുകളായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 13 കിട്ടി. അപ്പോൾ 13 അല്ല അവിടെ എഴുതേണ്ടത്, പകരം എന്ത് എഴുതണം, അതിൻ്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ്. ഇവിടെ 15 കിട്ടിയത്, 15 അല്ല എഴുതേണ്ടത്, അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ. ഓക്കെ. ഇതൻ നേരത്തെ ചെയ്തതുപോലെ മേലെ നിന്ന് താഴേക്ക് എടുത്ത് എഴുതുക. 5 D നമുക്ക് ഡെസിമൽ സിസ്റ്റത്തിൽ നിന്ന് മറ്റെല്ലാ സിസ്റ്റത്തിലും